ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മൾ ഇന്ന് കീം ഫാർമസി എഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കീം റിലേറ്റഡ് കമ്മ്യൂണിറ്റി, അത് വാട്സാപ്പ് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ ഓഫർ ചെയ്യുന്നത് ഈ പറയുന്ന അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന്റെ സപ്പോർട്ടും വീഡിയോസും ഇൻഫർമേഷൻസും മാത്രമല്ല, കീം കഴിഞ്ഞ് നിങ്ങൾ ഇനി ചേരാൻ പോകുന്ന കോഴ്സ് ഉണ്ടല്ലോ എഞ്ചിനീയറിംഗ്, അതിന്റെ ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെ ഫുൾ ഗൈഡൻസ് ഉൾപ്പെടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ലോങ് ടൈം സപ്പോർട്ടാണ്, നിങ്ങൾ പേടിക്കേണ്ട. സോ ഇന്ന് നമ്മൾ എന്തായാലും ഫാർമസിയുടെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് കീം എഞ്ചിനീയറിംഗിന്റെ ഒരു റാങ്ക് ബേസിസ് മാർക്കാണ്. 25,000-ഓളം പേര് കാണുകയും നല്ല റെസ്പോൺസ് വരികയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് ഫാർമസി, ആദ്യമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കീം സ്കോറിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫാർമസി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് 300. നിങ്ങൾക്ക് +2 മാർക്കിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ട് നോക്കുക, ഫോർ ദി ബി.ഫാം റാങ്ക് ലിസ്റ്റ് ദ റോ സ്കോർ ഇൻ കെമിസ്ട്രി. നിങ്ങൾക്ക് കെമിസ്ട്രി 2 പേപ്പറാണല്ലോ, ഫിസിക്സ് കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിൽ മേടിച്ചിട്ടുള്ള റോ സ്കോർ മൾട്ടിപ്പിൾ ബൈ 2.25. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് അറിയില്ല, കൃത്യമായിട്ട് നോക്കുക. 2.25 കൊണ്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്യും, അതിൻ്റെ കൂടെ പ്ലസ് നിങ്ങളുടെ ഫിസിക്സിന്റെ റോ സ്കോർ. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കെമിസ്ട്രിയുടെ സ്കോറാണ് വെയിറ്റേജ് കൂടുതൽ, 2.25 വെയിറ്റേജ് ആണ്. അതിൻ്റെ കൂടെ ഫിസിക്സ് സ്കോറും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ 2/3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഔട്ട് ഓഫ് 300 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ട്, ഫാർമസി സ്കോർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ ബാക്കി ക്രൈറ്റീരിയസും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. എന്നിട്ട് കാറ്റഗറി റാങ്ക് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ പലരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, എങ്ങനെയാണ് മാർക്ക് ബേസിസ് റാങ്ക് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു കംപ്ലീറ്റ് ആക്യുറേറ്റ് പ്രഡിക്ഷൻ ഒന്നുമല്ല, പക്ഷെ പല സോഴ്സുകളിൽ നിന്നും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡുകളിൽ നിന്നും നമ്മൾ അനലൈസ് ചെയ്തിട്ട് പല വെബ്സൈറ്റുകളിലും വന്ന വാർത്ത തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ സ്കോർ ഔട്ട് ഓഫ് 300 ഒരു 250+ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്വീൻ 1 to 1000, ഞാൻ പറയുന്ന ഫാർമസിയാണ്, 1,000-നും 1,000-നും ഇടയ്ക്ക് ഒരു നല്ല റാങ്ക്, ടോപ്പ് റാങ്ക് കേരളത്തിലെ തന്നെ ഗവൺമെന്റ് ഫാർമസി കോളേജുകളിൽ വളരെ കുറച്ച് 6 കോളേജുകളേ ഉള്ളൂ, കൃത്യമായിട്ടും അതെ 6 തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, 250-ൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് മാർക്ക് ഉണ്ട് എങ്കിൽ നിലവിൽ, ബട്ട് ചെറിയ വേരിയേഷൻസ് എന്തായാലും വന്നേക്കും. ഇനി 225-നും 250-നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 1000-നും 2,500-നും ഇടയിലുള്ള റാങ്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫാർമസിയാണ്. അതുപോലെ തന്നെ 162 കട്ട് ഓഫിന് മുകളിലോട്ടും 225-നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2,500-നും 8,000-നും ഇടയ്ക്കുള്ള റാങ്ക് പ്രതീക്ഷിക്കാമെന്നാണ് പല സോഴ്സുകളും വ്യക്തമാക്കുന്നത്, പല ട്രെൻഡുകളും സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് 100-ന് കൂടുതൽ സ്കോർ ഉണ്ട്, ബട്ട് 162-നൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20,000-നകത്ത്, ഇപ്പോൾ 8,000-നും 20,000-നും അകത്ത് ഒരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താം. ബട്ട് ലെസ് ദാൻ 100 എന്ന് പറയുന്നത് വളരെ ലോ ആണ്. നമുക്ക് ബിലോ 20K റാങ്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുമാണ്. അപ്പോൾ ഇതിനിടയിലും നിങ്ങൾക്ക് ഒരുപക്ഷെ സ്കോർ കുറഞ്ഞു, എന്തെങ്കിലും റിസർവേഷൻ ഉണ്ട് എങ്കിൽ സ്റ്റിൽ ഇറ്റ്സ് ഹെൽപ്സ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കാം കമന്റ് ബോക്സിൽ. അതുപോലെ ഫാർമസിയുടെ ഏറ്റവും ബെസ്റ്റ് കോളേജസും ആ രീതിയിലൊരു അനാലിസിസ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അഖിൽ സതീഷ് വേൾഡ് ആണ്, അത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് DM-ൽ വന്ന് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ടും റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.